സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എനിക്ക് തോന്നുന്നു സർക്കാർ അധികകാലമായിട്ടില്ലല്ലോ, വന്ന് ഈ പരിമിതമായ കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കാലത്ത് വലിയ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യത എന്താണ് എന്ന് പരീക്ഷിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോൾ ഈ മുൻ സർക്കാരുമായിട്ടുള്ള താരതമ്യം, അല്ലെങ്കിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിനെ ഇപ്പോൾ നയിക്കുന്ന കോൺഗ്രസും ലീഗും ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ചയാകും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ താരതമ്യം അത് സ്വാഭാവികമായും അത് സംഭവിക്കും. ആ ചർച്ച എവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ അതിനേക്കാൾ പ്രശ്നം ഞാൻ ആലോചിച്ചത്, ഇന്ന് രാവിലെ മനോരമ പത്രം നോക്കിക്കഴിഞ്ഞപ്പോൾ മോഹൻ കുന്നുമൽ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നത് അരാഷ്ട്രീയവാദിയാണ് എന്നാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സമാന്തരമായി രാഷ്ട്രീയ സംവിധാനം വേണ്ട എന്ന് പ്രഖ്യാപിച്ച് ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു അരാഷ്ട്രീയവാദിയാണ്, ഈ സർവകലാശാലയെ നയിക്കാൻ എത്തിയിരിക്കുന്ന ആൾ അരാഷ്ട്രീയവാദിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട്. അല്ലെങ്കിൽ അരാഷ്ട്രീയവാദിയുടെ മുഖം മൂടി അണിഞ്ഞയാളാണ്. കാരണം അങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയൂ. അദ്ദേഹം കൃത്യമായി ഒരു രാഷ്ട്രീയ പക്ഷം പിടിക്കുന്നുണ്ട്, അത് വിശദീകരിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കമൻറ്റുകളാണ്, നിലപാടുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അല്ലാതെ ഇത് സർവകലാശാലയെ നന്നാക്കാനാണോ? ഞാനിപ്പോൾ നോക്കുമ്പോൾ കേരള സർവകലാശാലയുടെ അവസ്ഥ നോക്കണം ശ്യാമിലി. സംസ്ഥാന പൊതു സർവകലാശാലകൾ എന്ന ഗണത്തിൽ ഇന്ത്യയിൽ 5ാം സ്ഥാനത്തുള്ള സർവകലാശാലയാണ് കേരള സർവകലാശാല. യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 25ാം സ്ഥാനത്തുണ്ട്. ഓവറോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 സർവകലാശാലകളിലൊന്നുമാണ് ഈ കേരള സർവകലാശാല. അപ്പോൾ ഓവറോൾ വിഭാഗത്തിൽ തന്നെ ടോപ്പ് 50ക്ക് ഉള്ളിൽ ഉൾപ്പെടുന്ന പൊതു സർവകലാശാലകളുടെ ഗണത്തിൽ 5ാം സ്ഥാനത്തുള്ള ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നിനെയാണ് അദ്ദേഹം ഇനി നന്നാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എങ്ങനെ? അവിടെ ഈ രാഷ്ട്രീയമെല്ലാം ഉള്ളപ്പോഴാണ് ഈ 5ാം സ്ഥാനത്ത് വരുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെ അരാഷ്ട്രീയവാദിയായ ഒരാൾ ആ അരാഷ്ട്രീയവൽക്കരിക്കാൻ, ആ ക്യാമ്പസിനെ അരാഷ്ട്രീയവൽക്കരിക്കാൻ എന്ന വ്യാജേന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും അതിനുള്ള പണിയെടുക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ആ സർവകലാശാലയെ ഇനിയും ഉയർത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ നിന്ന് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സർവകലാശാലയെ, അതായത് എല്ലാ രാഷ്ട്രീയവും പറഞ്ഞ് പഠന വിഷയങ്ങളിലും പഠനേതര വിഷയങ്ങളിലും മികവ് പുലർത്തി മുന്നോട്ട് പോകുന്ന ആ മികച്ച സർവകലാശാലയിലാണ് അദ്ദേഹം ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ഓർക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരം വിഷയങ്ങളിലെല്ലാം അധികൃതരുടെ ഭാഗത്ത് നിൽക്കാൻ ഒരു വലിയ വിഭാഗം ഉണ്ടാകും. കാരണം സമൂഹത്തിൽ വലിയൊരളവ് രാഷ്ട്രീയവാദികളുണ്ട്. അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈസ് ചാൻസലർ ഒക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള വൈസ് ചാൻസലർ പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്, ഒരു VC പറയുമ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ എന്തോ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് അവിടെ, അതുകൊണ്ടായിരിക്കും എന്നുള്ളത്. ഇവർ അദ്ദേഹത്തെ ഇങ്ങനെ പാവത്തെ ഇങ്ങനെ കുഴപ്പത്തിലാക്കുകയാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ എന്താണ് മനോരമ പത്രത്തിൽ കണ്ട വിശദീകരണം കൂടി കാണുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയവാദിയാണ്. അത് ആളുകൾക്ക് വലിയ, ഈ രക്ഷകർത്താക്കൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്, വലിയൊരു അളവോളം. അപ്പോൾ എന്താണ്, ഈ രാഷ്ട്രീയത്തോടൊക്കെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഇദ്ദേഹം ഈ സർവകലാശാലയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ, അല്ലെങ്കിൽ ഈ BJP ഇതര രാഷ്ട്രീയക്കാരെല്ലാം കൂടെ അതിനെ കുഴപ്പത്തിലാക്കുകയാണ്, KSU SFI എല്ലാം കൂടെ എന്നുള്ള മറ്റുള്ള ആളുകൾ വേണേൽ വിലയിരുത്താം. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സർവകലാശാലയിൽ ഈ രാഷ്ട്രീയവും എല്ലാം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സർവകലാശാലയിൽ കുഴപ്പമുണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വല്ല ഇഷ്യൂമാണോ അദ്ദേഹത്തിൽ അദ്ദേഹം എടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത്? ഭാരതാംബ, അവിടെ ഉണ്ടായ ആദ്യത്തെ പ്രശ്നം എന്തായിരുന്നു? കാവിക്കൊടി എന്തിയ ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ടത് ഭാരതാംബയാണെന്ന് പറയണമെങ്കിൽ എത്ര പേര് അത് അംഗീകരിക്കും? പിന്നെ ആ സങ്കല്പത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഇന്ന് ഏറ്റവും വൃത്തികെട്ട പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഈ രാജ്യത്ത് ഡിസെൻറ്റിനുള്ള അവകാശമുണ്ട്. ഈ രാജ്യത്ത് സർക്കാർ പറയുന്നതോ ഇല്ലെങ്കിൽ ഈ ഒരു VC പറയുന്നതോ അല്ല അംഗീകരിക്കാൻ പോകുന്നത്. അതിനപ്പുറത്ത് ഈ വിയോജിപ്പിന് കൂടിയുള്ള അവസരം നൽകുന്നതല്ലേ ഈ രാജ്യത്തെ ഭരണഘടന. രാജ്യം 80ാം വർഷത്തിലേക്ക് കടന്നത് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടാണ്. അപ്പോൾ അത് തിരിച്ചറിയാതെ ഇത്തരത്തിലുള്ള അരാഷ്ട്രീയവാദികൾക്ക് അത് മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നിലയ്ക്കുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. അത്തരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവർക്കെതിരെ വേണമെങ്കിൽ അസഭ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു വൈസ് ചാൻസലർ നടത്തുന്നത്, സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതിഷേധം ഉയരും. സ്വാഭാവികമാണ്. ഞാൻ ക്യാമ്പസിലായിരുന്നെങ്കിൽ ഇപ്പോഴെങ്കിലും ഞാനും സമരത്തിൽ ഇറങ്ങിയേനെ. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിനിപ്പോൾ KSU എന്നോ SFI എന്നോ ഒന്നുമില്ല. ആരായാലും അവിടെ പ്രതിഷേധിക്കാൻ, പ്രതിഷേധ ശബ്ദം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മിനിമം രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ അതിൽ ശബ്ദം ഉയർത്തും. ഈ സർവകലാശാലയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഉൾപ്പെടുന്ന സർവകലാശാലയാണ്. എന്താ വെച്ചാൽ ഏഷ്യയിലെ മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ 339ാം സ്ഥാനം കൂടി ഈ സർവകലാശാലയ്ക്കുണ്ട്.
അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ മികവ് പുലർത്തുന്ന സർവകലാശാല എന്ന നിലയ്ക്കാണ് അത് കാണേണ്ടത്. ഇനി മറ്റ് സർവകലാശാല നോക്കിയാൽ കുസാറ്റ് നോക്കിക്കഴിഞ്ഞാൽ പൊതു സർവകലാശാലയുടെ ഗണത്തിൽ 6ാം സ്ഥാനത്തുള്ള സർവകലാശാലയാണ്. മഹാത്മാഗാന്ധി സർവകലാശാല 17ാം സ്ഥാനത്തുണ്ട്. ഈ കാലിക്കറ്റ് സർവകലാശാല മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, 38ാം സ്ഥാനത്തുണ്ട്. ആദ്യത്തെ 50-നുള്ളിൽ പെടുന്നതാണ് ഈ സർവകലാശാലകളൊക്കെ. ആ സർവകലാശാലകളിൽ യഥാർത്ഥത്തിൽ അവിടുത്തെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടത്തിപ്പുമായി ബന്ധപ്പെട്ടോ വിദ്യാർത്ഥികളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടോ ഒന്നും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ പെരുപ്പിച്ച് കാണിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല. അപ്പോൾ എന്താണ് പ്രശ്നം? ഈ രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള നിലപാടുകൾ ഈ VC-മാർ സ്വീകരിക്കുന്നതാണ് പ്രശ്നം. ഇപ്പോൾ തന്നെ ഗവർണറുടെ അധികാര പരിധിക്ക് അപ്പുറത്താണ് ഇടപെട്ടത് എന്നുള്ള ആരോപണം ശരിയല്ലേ? ഇത് ഈ മട്ടിൽ തന്നെയാണ് ഞാൻ ഈ സർക്കാർ കൃത്യമായി വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പ് ഇതുപോലെ VC-മാരുടെ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ ഗവർണറുമായി പിണറായി വിജയൻ നേരിട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തി എന്നുള്ളത് വലിയ വിമർശന വിധേയമായ വിഷയമാണ്. ആ കാര്യത്തിൽ നമ്മളും വിമർശനം ഉന്നയിച്ചതാണ്. എങ്ങനെ ആ കാര്യത്തിൽ മറ്റ് ആ രാഷ്ട്രീയ പാർട്ടിയോ CPIM-നെയോ ആ മുന്നണിയെയോ വിശ്വാസത്തിലെടുക്കാതെയാണ് അങ്ങനെ പല നീക്കങ്ങളും ആ കാലത്ത് നടന്നത് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് വലിയ ആരോപണം ഉന്നയിച്ച ആളുകൾ, വിമർശനം ഉന്നയിച്ച ആളുകളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഈ ഇടപെടലിനെ കുറിച്ച് അവർ കർശനമായി പ്രതികരിക്കേണ്ടതല്ലേ? ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഇവിടെ സംസ്കൃത കോളേജിലെ സമരരീതിയെക്കുറിച്ച് പറഞ്ഞു. ഈ സമരരീതി എന്ന് പ്രതീകാത്മകമായ സമരരീതികൾ എല്ലാ കാലത്തും ക്യാമ്പസുകളിലുണ്ട്. നേരിട്ട് ആക്രമിക്കുന്നത് അതിനേക്കാൾ എത്രയോ നല്ലതാണ് എപ്പോഴും പ്രതീകാത്മകമായ സമരരീതി. ഇപ്പോൾ നമ്മളൊരാളുടെ കോലം കത്തിക്കുകയാണ്. കോലം കത്തിക്കുമ്പോൾ എങ്ങനെയാണ് കത്തിക്കുന്നത്? ചുമ്മാ അങ്ങനെ അല്ലല്ലോ. അതായത് ഒരു വ്യക്തിയെ പ്രതീകാത്മകമായി ഒരു വ്യക്തിയെ അവതരിപ്പിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ വേഷഭൂഷാദികൾ തന്നെ ചിലപ്പം ആ കോലത്തിനെ അണിയിച്ചുകൊണ്ട് ആ മുഖം തന്നെ വെട്ടിവെച്ചുകൊണ്ടൊക്കെയാണ് ഇത് കത്തിക്കുന്നത്. പച്ചയ്ക്ക് കത്തിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഇത് പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരാളെ ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ ഇത് നീതീകരിക്കാനാവുന്നതാണോ? പച്ചയ്ക്ക് ഇതേ കത്തിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പോവും. കാരണം ഇവിടെ KSUക്കാർക്ക് സമരം ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരും. എത്രയോ സമരം അങ്ങനെ ആ നിലയ്ക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമരത്തെക്കുറിച്ച് ഇവർ വിശദീകരിക്കുന്നത് ഡ്രാമ സ്കൂളിലെ കുട്ടികൾ നടത്തിയ സമരമാണ്, ഈ ശവമഞ്ചം വെച്ചിട്ടുള്ള സമരം എന്നാണ് പറയുന്നത്. അതെന്തോ ലൈറ്റ് അവിടുത്തെ സമരത്തിൻ്റെ അടിസ്ഥാനം 10-23 ദിവസമായിട്ട് അവിടെ തുടർച്ചയായി സമരം നടക്കുന്നു. ആ കാര്യത്തിലൊരു ധാരണ ഉണ്ടാവുന്നില്ല, പരിഹാരം ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു സമയത്ത് വന്ന സമരമാണ് എന്ന് പറയുന്നത്. അവരുന്നയിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഗവർണറുടെ ഇടപെടൽ വന്നതിന് ശേഷം ആ കേസിൻ്റെ സ്വഭാവം മാറി എന്നുള്ളത് ഗൗരവതരമല്ലേ? കാരണം ഈ 13-ാം തീയതി ഒരു FIR ഇട്ടിട്ടുണ്ട്, 16-ാം തീയതി മറ്റൊരു FIR ഇട്ടിട്ടുണ്ട്. 13-ാം തീയതി FIR-ൽ എന്താ ഉള്ളത്? വിദ്യാർത്ഥികൾ സമരം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു, പിരിഞ്ഞു പോയില്ല, അതുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തു. ക്ലിയറാണ്. എല്ലാ വിദ്യാർത്ഥി സമരങ്ങളിലും ഇത്തരം സമരങ്ങളിലും ഉണ്ടാകുന്ന കേസിൻ്റെ സ്വഭാവം തന്നെയാണത്. പക്ഷേ 16-ാം തീയതി എന്താണ്? സീസ തോമസിനെ ക്രൂരമായി ആക്രമിച്ചു എന്നതിലേക്ക് പോയി. ഞാൻ ഇതുവരെ സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ വിഷ്വലിൽ സീസ തോമസിനെ ക്രൂരമായി ആക്രമിക്കുന്നത് കണ്ടില്ല. മറ്റേതെങ്കിലും ചാനലിലുണ്ടെങ്കിൽ അത് കാണാൻ ഈ പ്രസ്താവന തിരുത്താനും ഞാൻ തയ്യാറാണ്. അങ്ങനെ ക്രൂരമായി അവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ തൽക്കാലം വിശ്വസിക്കുന്നില്ല. അത് FIR ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പോലീസ്. അതെങ്ങനെയാണ് ഈ ഗവർണർ DGPയെ നേരിട്ട് വിളിച്ചതിന് ശേഷം സംസ്ഥാന ഭരണത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ അങ്ങ് കൊടുക്കുകയാണ്. ഗവർണർ എന്നത് ആ മട്ടിൽ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലോ ഭരണത്തിലോ ഇടപെടാൻ ഉത്തരവാദിത്വമോ അധികാരമോ ഉള്ള ഒരു സംവിധാനമല്ല. പക്ഷേ എങ്ങനെയാണ് ഇടപെടുന്നത്? ഈ സ്റ്റേറ്റിൻ്റെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ, ഈ സ്റ്റേറ്റിൻ്റെ അവകാശങ്ങളെ കവരുന്ന നടപടിയല്ലേ അത്? ഇത് നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. അല്ലെങ്കിൽ അതിന് വഴങ്ങിക്കൊടുക്കുന്നു CPM എന്നുള്ള ആരോപണം ഉന്നയിച്ചതാണ്. ഈ കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ വരുത്തണം. നമ്മൾ KM ഷാജി PM ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ അഭിപ്രായം കേട്ടു. അതായത് എനിക്കിപ്പോഴും അഭിപ്രായം അതൊക്കെ തന്നെയാണ്. അന്ന് പറഞ്ഞ പോലെ അറബിക്കടലിന് അപ്പുറത്ത് ഏതെങ്കിലും അഴുക്കുചാലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് തള്ളണം എന്നുള്ളത്. പക്ഷേ ഞാൻ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതല്ലേ പറ്റൂന്ന്. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം കൂടി ചെയ്യണം. ഞാൻ ഒറ്റയ്ക്കൊരു സംവിധാനം അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം. കഴിഞ്ഞ സർക്കാരിനും ഈ പരിമിതികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അന്നത്തെ പ്രസ്താവന തിരുത്തുകയാണെന്ന് കൂടി KM ഷാജി പറയണ്ടേ? അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാഹചര്യം, അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കുക.